ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമിസ്വ്ലോഗ്. കടച്ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ആക്കുന്നത്. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകൂട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 6 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, 15 ചെറിയുള്ളി സ്ലൈസായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറി ലീവ്സ്, 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ആകുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി സോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോയിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായി മൂപ്പിച്ചെടുക്കണം. ഏകദേശം 1 മിനിറ്റ് മൂപ്പിച്ചെടുക്കണം. കടച്ചക്ക നന്നായി കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് വേണം കട്ട് ചെയ്തിടാൻ. ഏകദേശം 1/4 ഇഞ്ച് വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തിടാൻ. 500 ഗ്രാം കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. മസാല നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കടച്ചക്ക കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് വേണം കട്ട് ചെയ്തിടാൻ. കറുത്ത് പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കടച്ചക്കയിൽ മസാല നന്നായി ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി 1-2 മിനിറ്റ് ഇതുപോലെ നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായി ബോയിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബോയിലായി വരുന്ന സമയത്ത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കടച്ചക്ക 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കടച്ചക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി വെന്ത് കിട്ടുന്ന സമയത്ത് 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തത് നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കടച്ചക്ക കഷ്ണങ്ങളിൽ പുളി നന്നായി പിടിക്കുന്നതിന് വേണ്ടി 5 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കടച്ചക്ക കഷ്ണങ്ങൾ നന്നായി കുക്കായി പുളിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ടുള്ളത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കറി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മേത്തി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടും. ഇനി കുറച്ച് കറി ലീവ്സ് കൂടി വിതറി ഫ്ലെയിം ഓഫ് ചെയ്ത് 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. 15 മിനിറ്റ് ആയപ്പോൾ കണ്ടോ, കറി നന്നായി കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ചപ്പാത്തിക്കും ചോറിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.